റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിന് മുൻപ് നമ്മളെയും കൂട്ടി ജുമാ നിസ്കരിച്ചത് അസഅദ് ബിൻ സുറാറയായിരുന്നു. അതിനാലാണ് ഞാൻ എന്ത് ചെയ്യുന്നത് അദ്ദേഹത്തിന് തറഹും റഹിമഹുല്ലാ എന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അള്ളാഹു അദ്ദേഹത്തിന് കരുണ ചൊരിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാനുള്ള കാരണം എന്താണ്? അദ്ദേഹമാണ് നമ്മളെയും കൂട്ടി ആദ്യമായി ജുമുഅ നിസ്കരിച്ചത് എന്നത് കാരണത്താലാണ്. നോക്കൂ സഹോദരങ്ങളെ, ഇത് നമുക്കും വലിയൊരു പാഠമാണ്. അഥവാ നമുക്ക് ആരെങ്കിലും ഒരു നന്മ പഠിപ്പിച്ചു തന്നാൽ, ആരെങ്കിലും നമുക്ക് നല്ലൊരു ഉപദേശം തന്നു കഴിഞ്ഞാൽ, അവർക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠമാണ്. പല ഉലമാക്കളും, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ മഹാനായ പണ്ഡിതൻ അബ്ദുറഹ്മാൻ ബിൻ നാസർ അസ്സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ഖവായിദുൽ ഫിഖ്ഹിയിൽ പറഞ്ഞതായി കാണാം. അദ്ദേഹം ചില കാര്യങ്ങൾ വഹാദിഹി ഖവായിദുൻ നവംതുഹാ മിൻ കുതുബി അഹ്ലിൽ ഇൽമി ഖദ് ഹസ്സൽതുഹാ, ഞാൻ ഈ ഒരുമിച്ച് കൂട്ടിയ അറിവുകൾ അത് അഹ്ലുൽ ഇൽമിന്റെ കിതാബുകളിൽ നിന്നാണ് ഞാൻ ഒരുമിച്ച് കൂട്ടിയത്. എന്നിട്ട് അതിനുശേഷം അദ്ദേഹം പറയുകയാണ്, ജസാഹുമുൽ മൗല അദീമൽ അജ്രി മഅ ഗുഫ്രാനിഹി വൽ ബിർരി. എന്താണ് പറയുന്നത്? അവർക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തക്കതായ പ്രതിഫലം കൊടുക്കട്ടെ. നോക്കൂ സഹോദരങ്ങളെ, അദ്ദേഹം അത് പഠിച്ചത് കിതാബുകളിൽ നിന്നാണ്. അത് രചിച്ച ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹമത്തും അതുപോലെ തന്നെ തക്കതായ പ്രതിഫലം കൊടുക്കട്ടെ എന്ന് അദ്ദേഹം പറയുകയാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ചരിത്രം നമുക്ക് അറിയുന്നതാണ്. അഥവാ വലിയൊരു പരീക്ഷണം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. എന്നാണത്? അഥവാ ഖുർആൻ അള്ളാഹുവിന്റെ എന്താണ് അള്ളാഹുവിന്റെ കലാമാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിൽ ചില ആളുകൾ, മഅ്മൂൻ എന്ന് പറയുന്ന രാജാവ്, അതിനുശേഷം വന്ന മുഅ്തസിം എന്ന് പറയുന്ന രാജാവ്, ഇവരൊക്കെ എന്തിനു വേണ്ടി പ്രേരിപ്പിച്ചു? ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന രൂപത്തിൽ അദ്ദേഹത്തോട് പറയാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തില്ല? ഒരു തരി പോലും അദ്ദേഹം അനങ്ങിയില്ല, ആ ഹക്കിൽ ഉറച്ചു നിന്നു. ഈ സമയത്ത്, ഇത് കഴിഞ്ഞ ആ സമയത്ത്, ഈ പ്രയാസങ്ങളൊക്കെ നീങ്ങിയ സമയത്ത് അദ്ദേഹം പറയാറുണ്ട് എന്നാണ്, റഹിമല്ലാഹു അബൽ ഹൈസം. അങ്ങനെ ഇദ്ദേഹം ധാരാളമായി ഇങ്ങനെ റഹ്മത്ത് ചൊരിയുന്നത് കണ്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഇമാം അഹ്മദിനോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി ധാരാളമായി പ്രാർത്ഥിക്കാനുള്ള കാരണം? അദ്ദേഹം പറയുകയാണ്, ഞാൻ ജയിലിലായിരുന്ന വേളയിൽ ഇയാൾ എന്താണ്? ഒരു കള്ളനാണ്. അബുൽ ഹൈസം ഒരു കള്ളനാണ്. എനിക്ക് ധാരാളം അടികൾ ഇങ്ങനെ കിട്ടുമ്പോൾ ഒരു ദിവസം അയാൾ എന്റെ വസ്ത്രം പിടിച്ചു വലിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾക്ക് ഞാൻ ആരാണെന്ന് അറിയാമോ? അദ്ദേഹം പറഞ്ഞു, എനിക്കറിയില്ല. അപ്പോൾ അബുൽ ഹൈസം പറഞ്ഞു, ഞാനൊരു കള്ളനാണ്. ഏകദേശം എനിക്ക് 1000 അല്ലെങ്കിൽ എത്രയോ 1000-ൽ കൂടുതൽ തവണ എനിക്ക് ചാട്ടവാറാൽ അടി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ ബാത്തിലാണുള്ളത്, ഞാൻ ചെയ്തത് കള്ളനാണ്. പക്ഷേ ഇത്ര അടി ലഭിച്ചിട്ടും ഞാൻ എന്ത് ചെയ്യുന്നില്ല? ആ കള്ളം ഞാൻ എന്ത് ചെയ്യുന്നില്ല? സമ്മതിക്കുന്നില്ല. ഇമാം അഹ്മദ്, അങ്ങ് ഹക്കിലാണെന്നറിയാം, അങ്ങ് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ അടികൾ ഹക്കിൽ ഉറച്ചു നിർത്തുന്നതിനെ നിങ്ങളെ പ്രയാസപ്പെടുത്താൻ പാടില്ല. നോക്കൂ സഹോദരങ്ങളെ, അദ്ദേഹം പറഞ്ഞ ആ വാക്ക് പിന്നീട് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലക്ക് അങ്ങേയറ്റം മനസ്സിൽ കൊണ്ടു എന്നാണ്. അതിനാൽ തന്നെ അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിന് വേണ്ടി എന്ത് ചെയ്യുകയാണ്? തറഹുമ് നടത്തുകയാണ്. ഇദ്ദേഹത്തിന് വേണ്ടി, റഹ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ ആയിരിക്കണം സഹോദരങ്ങളെ നമ്മളും ആകേണ്ടത്. കാരണം ദീന് പഠിപ്പിച്ചു തരാൻ ഒരാൾ ഉണ്ടാവുക എന്നുള്ളത് വലിയ നിഅമത്താണ്. എത്രയോ നാടുകളിൽ ആളുകളുണ്ട്, അവർക്ക് ദീൻ പഠിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്, അതിന് പഠിപ്പിക്കാൻ ആളുകളില്ല, അല്ലെ? പൊതുവെ നമ്മൾ പറയാറുണ്ട്, എന്താണത്? കണ്ണിന്റെ വില മനസ്സിലാകണമെങ്കിൽ കണ്ണില്ലാണ്ടാകണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതുപോലുള്ള എന്റേതല്ല ധാരാളം ഇൽമുകൾ ലഭിക്കുന്ന സദസ്സുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? അത് മുതലെടുക്കാൻ വേണ്ടി നോക്കണം. ധാരാളം അറിവുകളുള്ള, ധാരാളമായി നമുക്ക് നസീഹത്തുകൾ നൽകുന്ന ദറസുകൾ നമ്മൾ അത് മുതലെടുക്കാൻ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്.